ദേവാലയത്തിന്റെ സമീപത്തോടു കൂടിയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്, അതൊന്നും പോരാ. നീ ദൈവത്തിന്റെ മുമ്പിൽ അടയിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ചിന്ത വേണ്ടത്. ദൈവത്തിന്റെ കൂടെ ഇരുന്നതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പ്രസംഗിക്കുക, പിശാചുകളെ ബഹിഷ്കരിക്കുക. നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്? കൂടെ ഇരിക്കാൻ സമയമില്ല. മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ശുശ്രൂഷകള്. ഒരു കാര്യം ഓർക്കുക, കൂടെ ഇരിക്കാതെ നടക്കുന്ന ശുശ്രൂഷകളൊന്നും സംതൃപ്തി ഉണ്ടാവില്ല കേട്ടോ. കൂടെ ഇരിക്കാത്ത കാര്യങ്ങളൊക്കെ വെറുതെയാകും. നിന്നെ കൊടുക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, ദൈവത്തെ കൊടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വിശുദ്ധര് പറയുന്ന ഒരു കാര്യമുണ്ട്, കൂടെ ഇരിക്കാത്ത മനുഷ്യൻ വേരില്ലാത്ത വൃക്ഷം പോലെയാണ്. വേരില്ലാത്ത വൃക്ഷം. വേരില്ലാത്ത വൃക്ഷം എങ്ങനെ എത്ര നാൾ നിൽക്കുമെന്ന് നമുക്കറിയാലോ, കുറച്ച് ദിവസം ഉണങ്ങിപ്പോകും. ഇതുപോലെ തന്നെയാണ്, കൂടെ ഇരിക്കാൻ സമയമില്ലെങ്കിൽ നമ്മളൊക്കെ വേരില്ലാത്ത ഒരു വൃക്ഷം പോലെ കൂടെ ഇരിക്കാൻ ദൈവത്തിനൊപ്പം ഒരു ദിവസം എപ്പോഴെങ്കിലൊക്കെ സമയം കണ്ടെത്തണം ദൈവത്തിന്റെ കൂടെ ഇരിക്കാൻ. എല്ലാം മറന്നുകൊണ്ട് തിരക്കുകൾക്കിടെ എല്ലാം മാറ്റിവെച്ച് കൂടെ ഇരിക്കണം.